അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഫിഖ്ഹിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കേൾക്കുകയും ഓരോ പാഠത്തിലും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നാളത്തെ ഫിഖ്ഹ് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം. ഇവിടെ ഇപ്പുറത്ത് ഉത്തരങ്ങളുണ്ട്, നമ്മൾ ശരിയായ രൂപത്തിൽ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമത്തത് റമദാൻ മാസം നോമ്പ് ഏതാ വരിക? ഇപ്പുറത്തുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? നിസ്കാരം, നോൽക്കൽ, തടവുക, നീങ്ങുക, കഴുകുക. റമദാൻ മാസം നോമ്പ് നോൽക്കലാണ്, നോൽക്കൽ അതിലേക്ക് മാച്ച് ചെയ്യണം. രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? നിസ്കാരമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ. ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക, അവസാനത്തെ ഓപ്ഷൻ. ചെവി രണ്ടും ഒന്നിച്ച് തടവുക, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഈ രൂപത്തിൽ ശരിയായി മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി പൂരിപ്പിക്കുക. അല്ലാഹുമ്മ ഡാഷ് ഹദൈത്. നമ്മൾ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് പഠിച്ചിട്ടില്ലായിരുന്നു? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അവിടെ അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ എന്ന് എഴുതി കൊടുക്കണം. ഹദൈത എന്ന് അവിടെയുണ്ട്. രണ്ടാമത്തത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വറഹ്മത്തുള്ളാഹ് എന്ന് എഴുതി കൊടുക്കണം. മൂന്നാമത്തത് ഒന്നാം സലാം വീട്ടുമ്പോൾ വലത് ഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഇടത് ഭാഗത്തേക്കും മുഖം തിരിക്കുക. വലത് എന്ന് അതുപോലെ ഇടത് എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. നിർബന്ധമായും വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. നാലാമത്തത് അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതു തയ്യിബാതു ലില്ലാഹ്, അസ്സലവാതു തയ്യിബാതു എന്ന് അവിടെ എഴുതി കൊടുക്കണം. അഞ്ചാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്വാനിർ റജീം എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇനി ശരി അടയാളപ്പെടുത്താം. തബാറക് തറബ്ബന. ഒന്നാമത്തത് തബാറക് തറബ്ബന. അതിന്റെ ബാക്കി എന്താണ്? ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. വതആലൈത എന്നുണ്ട്, വതആലൈത എന്നുണ്ട്, വതഹാലൈത എന്നുണ്ട്. ഏതാണ്? വതആലൈത രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, വബിഹംദിഹി എന്നാണ് പറയേണ്ടത്. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ശരി മാർക്ക് കൊടുക്കുക. മൂന്ന് തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനക്കം അടങ്ങുക, അനക്കം രണ്ട് കാൽ. എന്താണ്? അനക്കം അടങ്ങുക. അതിനാണല്ലോ തുമഇനീനത്ത് എന്ന് പറയുക. ഒന്നാമത്തെ ഓപ്ഷനിൽ ശരി മാർക്ക് കൊടുക്കുക. നാല് സ്ത്രീകൾക്ക് സുന്നത്താണ് എന്ത്? ഇഖാമത്ത്, ഇഫാമത്ത്, ഇഖാമത്ത്. ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ. ഇഖാമത്താണ് സ്ത്രീകൾക്ക് സുന്നത്ത്. ഇനി അർത്ഥം എഴുതുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണേ. ഇനി അടുത്തത് ഉത്തരം എഴുതുക. അത്തഹിയാത്ത് ഓതേണ്ടത് എപ്പോഴാണ്? നമ്മൾ എട്ടാമത്തെ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്തഹിയാത്തും സലാത്തും എന്നുള്ള പാഠത്തിൽ നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും രണ്ട് സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയാത്ത് ഓതുക. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇത് എഴുതി പരിശീലിക്കണം. ഇനി അടുത്തത് ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. ഇനി അടുത്തത് ഫാത്തിഹക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം? ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ വജ്ഹത്ത് ഓതണം. അതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് ചൊല്ലേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഫാത്തിഹക്ക് മുമ്പ് ചൊല്ലണം. സുബഹ് ബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലിമത്തുകൾ ഏതൊക്കെയാണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ബാങ്കിൽ നമ്മൾ ബാങ്ക് പഠിച്ച സമയത്ത് പ്രത്യേകമായി ഒരു ഗ്രീൻ ബോക്സിൽ നമ്മൾ ഈ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. വിദ്യാർത്ഥികൾ അത് എഴുതി പരിശീലിക്കണം. ഇനി രണ്ടെണ്ണം വീതം എഴുതാം. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? സുജൂദ് ചെയ്യുന്ന സമയത്ത് നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? 7 അവയവങ്ങൾ വെക്കണം അല്ലെ? അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി. നെറ്റി,
അതുപോലെ മൂക്ക്, 2 മുൻകൈയിന്റെ പള്ളകൾ, 2 കാൽമുട്ടുകൾ, 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ, ഇതൊക്കെയാണ് നിലത്ത് വെക്കേണ്ടത്. ഏതെങ്കിലും 2 എഴുതുക. ഇനി അടുത്തത് വുളൂ മുറിയുന്ന കാര്യങ്ങൾ എത്രയായിരുന്നു? 4ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4 മലമൂത്രധാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, അതുപോലെ മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക, വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ഇനി ഫർള് നിസ്കാരങ്ങളുടെ പേരുകൾ നമ്മൾ 5 ഫർള് നിസ്കാരങ്ങളെ പേര് പഠിച്ചില്ലേ? ളുഹർ, അതുപോലെ അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്, ഏതെങ്കിലും 2 എഴുതുക. അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ 1ാമത്തെ പാഠത്തിൽ ഇസ്ലാം കാര്യങ്ങൾ പഠിച്ചു. ആ ഇസ്ലാം കാര്യങ്ങൾ 5 ഷഹാദത്ത് കലിമ 2 അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക, 5 സമയത്ത് നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ഇനി അടുത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ കൊണ്ട് വുളൂ മുറിയുമല്ലോ. അപ്പൊ ആ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്, ഇതുകൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. ഏതെങ്കിലും 2 എഴുതുക. ഇനി അവസാനത്തെ ചോദ്യം ക്രമീകരിക്കാം. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. നമ്മൾ റുക്കോയിൽ 3 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണല്ലോ. അത് ക്രമം തെറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അത് ശരിയാക്കി എഴുതുക. ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.